നിയാസ്, ഈ തട്ടിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങളും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ ശിഹാബ് ഷാ അവിടെ ജയിലിലാണെന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിരുന്നോ? നിയാസിന് പണം നഷ്ടപ്പെടുന്നത് എവിടെ വെച്ചാണ്? ഇവിടുത്തെ പ്രോജക്റ്റുകളിലാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? അതിന്റെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കാമോ? ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ 2020 ലാസ്റ്റിലാണ് പൈസ ഇവിടെ കൊടുക്കുന്നത്. കെൻസാബ് NS-നാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, വയനാട്ടിലുള്ള. അപ്പോ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വയനാടും മൂന്നാറും അവർ തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലറിന് ഇവിടെ നിന്നാണ് നമ്മൾ പൈസ കൊടുത്തത്. നമ്മുടെ ബാങ്ക് ടു അവരുടെ അന്ന് അവർക്കൊരു കൊമേഴ്സ്യൽ ഒരു ട്രേഡ് ലൈസൻസ് ആയിരുന്നു നമ്മുടെ ഷാർജ ബേസ് ആയിട്ടുള്ള കെൻസ ഹോൾഡിംഗ് നേട്ടുള്ളത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പൈസ കൊടുത്തത്. ഏകദേശം 94,000 ദിർഹംസാണ് നമ്മൾ കൊടുത്തത്. ഇന്ത്യൻ മണി ഏകദേശം 19 ലക്ഷം വരും. അങ്ങനെയായിരുന്നു കൊടുത്തത്. പിന്നെ അത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു തുറക്കാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് വൈകിക്കുകയാണ് ചെയ്തത്. കൊറോണ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ വൈകിച്ച് എത്ര വിളിച്ചാലും കുറെ ന്യായങ്ങൾ പറയും. അത് പരാതി നൽകിയിരിക്കുന്നത് ഇവിടുത്തെ പോലീസിലാണോ അതോ അവിടുത്തെ നിയമ പരിരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മള് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രൈംബ്രാഞ്ച് DSPക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നൽകിയത്? ഇത് ആദ്യഘട്ടത്തിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് അവരാരൊക്കെയോ പറ്റിക്കുകയാണ്, അവരാരൊക്കെയോ ഈ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് എതിരായിട്ട് കുറെ ആൾക്കാർ നീങ്ങി നിൽക്കുകയാണെന്നായിരുന്നു എന്നെയൊക്കെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടുന്നൊക്കെ കുറച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ വിശ്വസിപ്പിച്ചത് അവരെ ഈ ബിൽഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതിൽ കുറെ ആൾക്കാർ എതിര് നിന്നിട്ട് അവരെ പ്രയത്നങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് എന്നായിരുന്നു നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാനിത് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെ തനി സ്വരൂപം മനസ്സിലാവുന്നത്. അവര് ക്യാൻസൽ ചെയ്യാൻ ഒരു തരത്തിലും അവർ വിട്ടുതരുന്നുണ്ടായിരുന്നു. പിന്നെ ഫോൺ എടുക്കാതെ പിന്നെയാണ് അവർ പറയുന്നത് ഇത് നമ്മളാ കോൺട്രാക്റ്റിലൊരു റൂള് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് കോൺട്രാക്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രയും അവര് ഇത് ആൾക്കാരെ പറ്റിക്കണം എന്ന് കരുതി കൂട്ടിയിട്ട് ഇട്ടൊരു പദ്ധതി തന്നെയാണിത്. തീർച്ചയായും ഒരു വലിയ തട്ടിപ്പ് ശൃംഖല അല്ലെ? ദുബായിൽ തന്നെ 400 കോടിയോളം രൂപ സമാഹരിച്ച ഒരു വലിയ തട്ടിപ്പ് ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 50 ലക്ഷം രൂപയാണ് നിയാസിന് മാത്രം ഈ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അങ്ങനെ എത്രയോ പേർ, 400 കോടി രൂപ എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ആ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഇവിടെയുള്ള ആളുകളുടെ ആശങ്കയായിരിക്കും ഇനി എന്ത് ചെയ്യും. അത് അവിടെ അയാൾ അതിൽ വിചാരണയ്ക്ക് വിധേയനാകുന്നുണ്ട്, മറ്റു നടപടികളിലേക്ക് പോകും. പക്ഷേ ഇവിടുത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്.